എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞു? പെട്ടെന്ന് ആ അതെ, എനിക്ക് അടുത്ത ആഴ്ച നിസാമിന്റെ കാശടക്കണ്ട. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്, നീ അവിടെ കണക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ പക്വമായിട്ടുണ്ട്. നീ ഉദ്ദേശിക്കുന്ന കണക്കില്ല. ഇതെല്ലാം ഞാൻ ഒരു പ്രാവശ്യം വിവരിച്ച് എപ്പോഴും ഒപ്പം വിവരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇവിടെ താൻ ആ പെണ്ണുമ്പിള്ള ചെവി വിവരിച്ച് ഞങ്ങളെങ്ങനെ കേൾക്കാനാ? നമ്മള് പറഞ്ഞ പോലെ ഇനി അവര് കേട്ടോ. എടാ മോനെ, നീ ഒന്ന് അവിടെ ഇരിക്കേ. ചേച്ചി കണക്കും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം. നിങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ഇത് തന്നെയല്ലേ ഞങ്ങളുടെ അടുക്ക പറഞ്ഞേ? എടാ ഒരു മിനിറ്റ്, അവൻ എന്തോ അഭിപ്രായം പറയാണ്ട് പറ. എടാ തല ഇറങ്ങണം, അങ്ങോട്ട് മാറി ഇരുന്നോട്ടെ. വേറെ തള്ളു കേട്ടിട്ടായിരിക്കും. എന്തിനാടാ ഈ വയ്യാത്തതിനൊക്കെ വിളിച്ചോണ്ട് തന്നെ? താൻ കണക്ക് പറയാടോ. എല്ലാരൊക്കെ വൈലന്റ് ആകാൻ തുടങ്ങി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും. ശരിയെങ്കിൽ നമുക്ക് കണക്കിലോട്ട് കടക്കാം. എന്നാ പറ. കത്തം പോയി തുടങ്ങാം. പൂ മേടിക്കാനുള്ള വകുപ്പിൽ തന്നെ ഒരു 8000 രൂപ കിട്ടും. ഇത് ലോക്കൽ പൂവൊന്നും അല്ലേ, ഇത് തമിഴ്നാട്ടിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നേ. പ്രസിഡന്റിന്റെ തോട്ടത്തിൽ തിരിഞ്ഞ പൂവാണ്. നമുക്ക് അടുത്ത മത്സരത്തോട്ട് പോവാം. അടുത്ത മുട്ടായി പെറുക്കൽ മത്സരം. മുട്ടായി വാങ്ങാനായിട്ട് 2000 രൂപ. താൻ 2000 രൂപയ്ക്ക് സ്വർണ്ണോട്ടാണ് മേടിക്കാൻ പോണത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഓടി പിള്ളേർ മുട്ടായും പെറുക്കണ്ടോ ഓടിയത്. പിന്നെ ഇവിടെ കളിക്കാൻ മുട്ടായി ഇല്ലായിരുന്നു. പോക്കലിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഈ ചെറുക്കൻ ഇച്ചിരി താല്പര്യം കൂടുതലാ. എന്ത് പറഞ്ഞാലും കയറി അങ്ങ് തർക്കത പറയാനാണല്ലോ. നമ്മളെ ഒരുമാതിരി മുഖത്തൊക്കെ കാണാനോ വർത്താനം പറയും. നീ എവിടെ ഇരി. ഇപ്പോഴത്തെ ചൂക്ക പിള്ളേരാ, ഇപ്പൊ എന്തോ പറയുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത നമ്മുടെ വടംവലി. താൻ തന്നെ ഒരു കള്ളക്കണക്കും പിള്ളേർ പഠിക്കാനായിക്കോളും പറയാം. മീറ്റിംഗ് കഴിഞ്ഞു, പോവാ. ഉറക്കം അങ്ങോട്ട് ശരിയായിക്കാം. ഞാൻ നിനക്കൊരു മാല മേടിച്ചു തരാന്ന് വിചാരിച്ചേ, അതെന്തായാലും ചെയ്യും. ആ ഇസാഫിന്റെ കാശ് ഞാൻ ഇനി എങ്ങനെ ഒപ്പിക്കും?